സർക്കാരിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു പ്രതികരണങ്ങൾ ഇതെന്താണ് സംഭവിച്ചത് വിമാനത്താവള അധികൃതരൊക്കെ തന്നെ ഭാഗത്ത് നടക്കാനും സാധ്യതയുണ്ട്. എയർ ഇന്ത്യയും സ്വാഭാവികമായും ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരും. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലേക്കും തന്നെ സർക്കാരോ അല്ലെങ്കിൽ അധികൃതരോ കടന്നിട്ടില്ല. കാരണം രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ പരമാവധി പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തത്. ഏതായാലും അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ 40 മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും 13 പേർ ഇതിൽ കുട്ടികളാണ്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 13 പേർ കുട്ടികളാണ് എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും പരമാവധി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേരെ പുറത്തെടുക്കാനും അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുമാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം 40 മൃതദേഹങ്ങൾ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ ഉണ്ട് എന്നാണ്. അത്തരം സ്ഥിരീകരണം മാത്രമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പ്രാഥമിക വിവരം അനുസരിച്ച് വിമാനത്തിന് സംഭവിച്ചിരിക്കുന്നത് അത് എഞ്ചിൻ തകരാറാണ്, അത്രയും സാങ്കേതിക തകരാറാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് പറന്ന് ഉടനെ തന്നെ ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. കാരണം ഇപ്പോൾ അവിടെ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ വിമാനം തട്ടിയതുപോലുള്ള അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിമാനത്താവളത്തോട് വളരെ അടുത്ത് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിൽ തന്നെ, കാരണം വിമാനത്താവളത്തിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് വരും, സ്വാഭാവികമായും അതിനോട് ചേർന്ന് കിടക്കുന്ന ഇത്തരത്തിലുള്ള ഫ്ലാറ്റുകൾ ഒക്കെ തന്നെയുള്ള പ്രദേശത്താണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ആ പ്രദേശത്ത്, അതായത് ഈ പുകയടക്കം തീ പടർന്ന പ്രദേശത്ത് തന്നെയാണ് കസ്റ്റംസിൻ്റെ അടക്കം ഓഫീസുകളുള്ളത്. ആ മേഖലയിലാണ് ഈ അപകടം നടന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സജിത്ത്. യെസ്, അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുകൂടിയാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഒപ്പം മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു സമീപത്തെ ഒരു കോളേജിൻ്റെ മെസ്സിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണത് എന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് വലിയ നാശനഷ്ടത്തിന് ഇടവയ്ക്കുകയും നിരവധി പേരുടെ മരണത്തിനും ഇടവെച്ചു എന്നതൊക്കെ ചില അനൗദ്യോഗിക റിപ്പോർട്ടുകളായി കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സാഹചര്യമാണ്. രാകേഷ്, ഒരു കാര്യം കൂടി, വിജയ് രൂപാണിക്ക് അതീവ ഗുരുതരമായ പരിക്കുണ്ട് എന്ന കാര്യം പുറത്തു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് ഏറെ ആശങ്കകളുണ്ട്. ഒരു കാര്യം, അദ്ദേഹം അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതീവ ഗുരുതരം എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതെ, അത്തരമൊരു സ്ഥിരീകരണം വരുന്നുണ്ട്. ഗുജറാത്ത് മാധ്യമങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഒപ്പം വിജയ് രൂപാണിയുടെ ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ കൂടി വരുന്നു. സ്വാഭാവികമായും അദ്ദേഹം വിമാനത്തിലുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാം. കാരണം വിജയ് രൂപാണി 2016 മുതൽ 2021 വരെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന പ്രതികരണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും UK സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഈ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ഒപ്പം തന്നെ ആവശ്യമായ സഹായം UK സർക്കാരിൻ്റെ ഭാഗത്ത് പരിക്കേറ്റവരുടെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പൗരന്മാരുടെ അടക്കം പൗരന്മാർക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും കോൺസുലർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ്റെ ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതികരണമാണ് ഇപ്പോൾ UK ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ വിജയ് രൂപാണിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഏതായാലും വിജയ് രൂപാണി വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ അത്തരം സംശയങ്ങളുണ്ടായിരുന്നു, അദ്ദേഹം വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ബോർഡിംഗ് പാസ് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് വിജയ് രൂപാണി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. സജിത്ത്. യെസ്, വിജയ് രൂപാണി ഇതിലുണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരണം വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. എന്തായാലും ഇത് ലണ്ടനിലേക്കുള്ള യാത്രക്കിടയിലാണ് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുന്നത്. 50-ലധികം ബ്രിട്ടീഷ് പൗരന്മാരും ഉണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ UK-യും അങ്ങേയറ്റം ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ അപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ ഒരുക്കുന്നതിനും മറ്റും എല്ലാ സഹായങ്ങൾക്കും ഒപ്പം ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്ന കാര്യം കൂടി UK-യും വ്യക്തമാക്കുന്നുണ്ട്. UK ആ തരത്തിലുള്ള ഇടപെടൽ കൂടി ഉണ്ടാകുന്നു എന്നതാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും അനുശോചിക്കുകയാണ്. സാഹചര്യങ്ങൾ അത്ര വലിയ സാഹചര്യങ്ങളിലേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കമുള്ളവർ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞു. കാരണം രാജ്യം ഞെട്ടിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കൃത്യമായ അന്വേഷണം വേണമെന്ന തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അഭിഷേക് ബാനർജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. സ്വാഭാവിക നടപടിയാണ്, അന്വേഷണം നടക്കും. അത് എന്തുകൊണ്ടാണ് അപകടമുണ്ടായത് എന്ന കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം കൂടിയുണ്ട്, എയർ ഇന്ത്യ
അവരുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ അത് എക്സ് ഹാൻഡിലിൻ്റെ ഫേസ് തന്നെ മാറ്റുന്നു. പൂർണ്ണമായും ബ്ലാക്ക് അടിച്ചുകൊണ്ടുള്ള നീക്കം കൂടി അവരുടെ ഭാഗത്തു നിന്നും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുണ്ടായിട്ടുണ്ട് എന്നതാണ് ഒരു സാഹചര്യം. कॉर्पोरेशन कलेक्टर ऑफिस के सभी स्टाफ सभी यहाँ काम में लगे हुए हैं. प्लीज हमसे सहयोग करिए और थोड़ी सी हमारे लिए जगह बना के रखिए ताकि हम एम्बुलेंस को ग्रीन कॉरिडोर बना के हॉस्पिटल तक पहुंचा सके. थैंक यू. വിജയ് റുപാണിയെ സംബന്ധിച്ച ചോദ്യമാണ് ഉണ്ടായെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ പോലീസ് അധികൃതരൊന്നും വ്യക്തത വരുത്തുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുന്നു അദ്ദേഹത്തിന് ഗുരുതര പരിക്കാണ്. സ്വന്തം ഭാര്യ വിദേശത്തായിരുന്നു, ലണ്ടനിലായിരുന്നു. അവരെ കാണുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ബോർഡിംഗ് പാസ് അടക്കം നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഞെട്ടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കണക്കെടുപ്പുകൾ നടക്കുന്നതേ ഉള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഔദ്യോഗികമായി എല്ലാവരും അനുശോചനം രേഖപ്പെടുത്തി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം അഹമ്മദാബാദിൽ നിന്നും ഒരു മലയാളി രവീന്ദ്രൻ കൂടി ചേരുന്നു. സ്വാഗതം ന്യൂസ് 18 കേരളത്തിലേക്ക്. എന്താണ് ഈ അപകടം സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ടോ? താങ്കൾക്ക് താമസിക്കുന്നതിന് അടുത്തായിട്ടാണോ ഈ അപകടമുണ്ടായത്? അല്ല, ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഏകദേശം ഒരു 5-10 കിലോമീറ്റർ അവയാണ്. യെസ്. എയർപോർട്ട് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഇത് വിമാനം പൊങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെ അത് താഴോട്ട് പോകുന്ന കണ്ടു. അതെ, ടെക്നിക്കൽ സ്നാഗാന്നാണ് ഇപ്പം പറയുന്നത്, റിപ്പോർട്ട് പറയുന്നത്. അതെ, അങ്ങനെ കരുതാം. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വലിയൊരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് വന്ന് ഈ ഫ്ലൈറ്റ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണുള്ളത്. കെട്ടിടങ്ങളിൽ അതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ് അത് മൊത്തം ഏരിയ. റെസിഡന്റ് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ. അപ്പൊ കംപ്ലീറ്റ് വിവരം കിട്ടിയില്ല ഏതൊക്കെ ബിൽഡിംഗ് പോയിട്ടുണ്ടോ അതിന്റെ മുകളിലാണ് ഇത്. അതിന്റെ ടെയില് ഒരു ബിൽഡിങ്ങിന്റെ അവിടെയാണ് കാണുന്നത്. ഇപ്പോ ഈ അപകട വിവരം അറിഞ്ഞതിന് ശേഷം നിങ്ങൾ മലയാളി ഗ്രൂപ്പുകളിലൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ടോ? ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? ഇവിടെ എല്ലാ ഗ്രൂപ്പിലും അത് ഉണ്ട്. ഇപ്പം വേറൊരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, ഒരു ഗോപകുമാർ നായർ എന്ന് പറഞ്ഞ ഒരാളെ പേര് അതിലുണ്ട് ലിസ്റ്റിൽ. അത് വ്യക്തമാണ്. ഞങ്ങൾക്ക് ആ വിവരം കൂടിയുണ്ട്. അദ്ദേഹം താങ്കൾക്ക് ഒരു പക്ഷേ അതാരാണ് അതിൻ്റെ വിവരങ്ങൾ തേടിയെടുക്കാൻ കഴിയുമോ? ഒരു മലയാളിയാണെന്ന് വ്യക്തമാണ് ആ പേര്. ഞങ്ങൾ ആ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽ, യാത്രക്കാരുടെ പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് അത്തരമൊരു പേര് കണ്ടെത്താൻ ഞങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കണ്ടിട്ട് അതിപ്പം ഇവിടെ കേരള സമാജമൊക്കെ ഉണ്ട് ആക്റ്റീവായിട്ട് തന്നെ ഉള്ളത്. അവരൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ അപകടം നടന്നതിന് ശേഷം ഈ പ്രാദേശികമായി മറ്റെന്തെങ്കിലും അലർട്ട് പ്രഖ്യാപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും തയ്യാറെടുപ്പുകളോ വിവരങ്ങൾ? എയർപോർട്ട് കംപ്ലീറ്റ് അവർ ക്ലോസ് ആക്കി, റൺവേ കംപ്ലീറ്റ് ക്ലോസ് ആക്കിയിരിക്കുകയാണ് അവിടെ. അപ്പം അതുകൊണ്ട് ഫ്ലൈറ്റ് ഒന്നും പോകുന്ന അങ്ങനെ അത് കംപ്ലീറ്റ് ബന്ധാക്കിയിരിക്കുകയാണ്. പിന്നെ മറ്റേ അതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിവിൽ ഹോസ്പിറ്റൽ അടുത്ത് തന്നെയാണ്. അത് അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് മാറ്റുകയാണെന്ന് തോന്നുന്നു. ഓക്കെ. താങ്കൾ എത്ര അടുത്താണ് അതിന് താമസിക്കുന്നത്? ഞാൻ അവിടുന്ന് താമസിക്കുന്നത് ഞാൻ ഏകദേശം ഒരു 10 കിലോമീറ്റർ അവയാണ്. എല്ലാത്തിലും ടിവിയിലും എല്ലാം അതിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ അവിടെ പോയിട്ടൊന്നുമില്ല. ഞങ്ങള് ഇങ്ങനെ പലരും ന്യൂസിലും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും, ലൈവ് ന്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അറിയുന്ന ഇതൊക്കെ. ഈ കൂടുതൽ മലയാളികൾക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ആശങ്ക നിങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ടാവുമല്ലേ? അങ്ങനെ അന്വേഷിക്കുന്നുണ്ടോ? അത് നോക്കി ഇപ്പൊ ഞങ്ങൾ കേരള സമാജത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ വന്നൊരു പേരാണ് ഈ കാണിച്ചത്. അവരത് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് മനസ്സിലായത് ഇത് ഒരു മലയാളി അതിലുണ്ട്. ഓക്കെ. എന്തായാലും ഈ ഫ്ലൈറ്റ് വന്ന് വീണത് ഒരു വലിയ ജനവാസ മേഖലയിലേക്കാ അല്ലേ? ജനവാസ മേഖലയാണ്.